ഹായ് കൂട്ടുകാരെ, സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് ഊണിനുള്ള ഒരു കറിയാണ്. വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഉള്ള ഒരു കറിയാണ്. അതിനായി 250 ഗ്രാം വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മാങ്ങയുണ്ട്, 2 മുരിങ്ങയ്ക്കയുണ്ട്. ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. കഷ്ണങ്ങളിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം. ഞാനിപ്പം ഈ കടായിലാണ് വേവിക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുത്തോണ്ട് വരാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ചുവന്നുള്ളി, 5 പച്ചമുളക്, 1-2 നുള്ള മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. കഷ്ണങ്ങൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കണം. ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയാൽ ഒരു 2 കറിവേപ്പിലയും 2-3 പച്ചമുളകും മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. വെള്ളരിക്ക മാങ്ങാക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.